ഹായ്. പിന്നെ ഞാൻ ലൈവിൽ വന്നിട്ടുള്ളത് എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ വയനാട് ദുരന്തം നമ്മളെല്ലാവരും കണ്ടതാണ്. വയനാട് ഉരുൾപൊട്ടി, അനേകം ജീവൻ പോയി, കുടുംബം പോയി, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയുള്ള അവസ്ഥയായി. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കാനുണ്ട്. ഇപ്പോൾ വയനാട്ടിലേക്ക് ഇപ്പം വേണ്ടുന്ന സാധനങ്ങളും എല്ലാം എത്തിച്ചു കൊടുക്കുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് നല്ല മൊത്തം കേരളം മൊത്തം പുറംനാട്ടിൽ നിന്നും എല്ലാം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പല സാധനങ്ങളും പണമായിട്ടും വസ്ത്രമായിട്ടും എല്ലാം വരുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കാനുണ്ട്. ഞാൻ എൻ്റെ കുടുംബം അടക്കം ആരും അങ്ങനെ ചെയ്യലില്ല എന്ന് പറയുന്നില്ല, ചെയ്യാത്ത ആളുണ്ടാവും. അത് മിക്കവരും അതേപോലെ എന്താ കുറഞ്ഞ് കിട്ടുമെന്ന് നോക്കിയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ആളായിരിക്കും. കൂടുതൽ പേരും ഓൺലൈനായിട്ടായിരിക്കും വാങ്ങുക. അപ്പോൾ ഓൺലൈനായിട്ട് സാധനം വാങ്ങുന്ന ആൾ ചിന്തിക്കണം, ഇനിയെങ്കിലും മാറ്റി ചിന്തിക്കണം. നമുക്ക് നമ്മളെ നാട്ടിലുള്ള കച്ചവടക്കാരും വ്യാപാരികളും മറ്റുള്ള നാട്ടുകാരൊക്കെയാണ് ഉണ്ടാവുന്നത്. ഏതോ പുറം നാട്ടിലുള്ള വലിയ വലിയ മാഫിയ ഓൺലൈൻ ബിസിനസ്സുകാരാണ് നമ്മളെ നാട്ടിലെ പണം മുഴുവനും കൊണ്ടുപോകുന്നത്. കച്ചവടം ചെറിയ ലാഭത്തിന് അവർ നമുക്ക് സാധനം കിട്ടും. പക്ഷേ നമുക്കിപ്പോൾ ഒരു ആവൽഘട്ടം ദുരിതം വരുമ്പോൾ നമ്മളെ സഹായിക്കാനും നമ്മളോട് സഹകരിക്കാനും നമ്മളെ രക്ഷാപ്രവർത്തനം ഏർപ്പെടാനുള്ള നമ്മളെ നാട്ടിലുള്ള കച്ചവടക്കാരും വ്യാപാരികളും തന്നെയാണ് ഉണ്ടാവുക. ഇപ്പം തന്നെ നിങ്ങൾ നോക്ക്, വയനാട്ടിലേക്ക് എത്ര പലചരക്ക് സാധനങ്ങൾ, ഡ്രസ്സുകൾ, മറ്റ് പലതും വ്യാപാരികളാണ് ഇപ്പം എല്ലാം എത്തിച്ചു കൊടുത്തത്. അപ്പോൾ അവരെ നമ്മൾ ഇനിയെങ്കിലും വലിയ ലാഭം, നമുക്ക് ₹1 ₹2 ചിലപ്പോൾ അധികമായിരിക്കും, അതൊന്നും നോക്കരുത്. നമ്മളെ അയലക്കത്തുള്ള കച്ചവടക്കാരും നമ്മളെ നാട്ടിലുള്ള വ്യാപാരികളുമായിട്ടുള്ള സഹകരിച്ച് അവരെടുക്കുന്ന സാധനം അവർക്ക് ₹1 ഉണ്ടായാലേ നമുക്ക് തരാൻ കഴിയും. അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ തൽക്കാലം ഒരു ₹10 ലാഭത്തിന് ഓൺലൈനിലായിട്ട് പോയാൽ ഈ ഓൺലൈനുകാർ ആരെങ്കിലും ഇപ്പം വയനാട്ടിലോ മറ്റ് എവിടെയെങ്കിലും നമുക്കൊരു ഉപകാരത്തിന് എത്തുന്നുണ്ടോ? അത് ചിന്തിക്കണം. എന്തിനു പറയുന്നത്, ഇപ്പോൾ എനിക്ക് തന്നെ അനുഭവം ഉണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ അനുജന് ലിവർ കംപ്ലൈൻ്റ് ആയിട്ട് ആ സമയത്ത് ഓപ്പറേഷനും ഇതെല്ലാം നടക്കുമ്പോൾ നമ്മളെ നാട്ടിലുള്ള വ്യാപാരികളും ആൾക്കാരും ഒരുപാട് സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഈ ഓൺലൈനുകാരെ എനിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ നാട്ടിലുള്ള കച്ചവടക്കാരെയും വ്യാപാരികളെയും നാട്ടുകാരെയും ജാതി മതമന്യേ പാർട്ടി വരെ നോക്കാണ്ട് നമ്മളിനി എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ചിന്തയിൽ വരണം. ഇപ്പം വയനാട് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രശ്നങ്ങൾ എല്ലാവരും രക്ഷപ്പെടുത്താനും പ്രശ്നങ്ങൾ വന്നപ്പോൾ എല്ലാം പോയത് എന്ന് പറഞ്ഞാൽ നമ്മളെ പാർട്ടിക്കാരും ആളൊന്നുമല്ല. മനുഷ്യ ജീവൻ എന്നുള്ളതിൽ പാർട്ടിയോ ജാതിയോ മതമോ നോക്കാണ്ടാന്ന് എല്ലാവരും പോയിന്. ഇപ്പം എല്ലാവരും അപ്പുറം ഇപ്പുറം വർഗീയതയും മറ്റുള്ള പാർട്ടി ബേസൊന്നും നോക്കാണ്ട് നല്ല സന്തോഷവും സമാധാനമായിട്ട് കഴിയുക. അതാണ് ഏറ്റവും വലിയ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനിയും തന്നെ വലിയ വലിയ മാഫിയ ബിസിനസ്സുകാരെ നമ്മൾ അകറ്റി നിർത്തുക. എന്നിട്ട് നമ്മളെ നാട്ടിലുള്ള കച്ചവടക്കാരെയും നമ്മളെ സഹോദരന്മാരെയും നമ്മൾ വിജയിപ്പിക്കുക. അവർക്ക് ₹1 ഉണ്ടെങ്കിലേ നമ്മളെ നാട്ടിൽ നമ്മളിപ്പം വേഗം, ഞാനിപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഞാനിപ്പോൾ പല കാര്യത്തിനും നമ്മൾ ചങ്ങായിമാറും പല പിരിവിനും കാര്യത്തിനും നമ്മൾ കച്ചവടക്കാരുടെ തന്നെ വേഗം പോവുക. ഒരു പാവപ്പെട്ടൊരു കുട്ടികളെ കല്യാണ ആവശ്യത്തിനായാലും അല്ല നാട്ടിലൊരു തെയ്യം, നമ്മളെ ചങ്ങായിമാർ തെയ്യം പിരിവിനും മറ്റും എല്ലാം പോകുന്നത് നമ്മളെ നാട്ടിലെ കച്ചവടക്കാരുടെ അടുത്താണ്. തുണിപ്പീടിയിലും പലർക്കും സാധനപ്പീടിയക്കാരുടെ തന്നെ പോയിട്ട് എത്ര മുറിക്കണ്ടേ, 50 100 അവർ തരുന്നില്ലേ നമുക്ക്. അതാണ് നമ്മൾ ചിന്തിക്കണ്ടേ. ഈ ഓൺലൈൻ ബിസിനസ്സിൽ അത് നമുക്ക് കിട്ടൂല. അപ്പോൾ ₹1 നമുക്ക് കിട്ടൂല. നമ്മളിങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതല്ലാണ്ട് നമ്മളെ നാട്ടിലേ കിട്ടൂല. അതുകൊണ്ട് ഇനി എല്ലാവരും നമ്മളെ നാട്ടിലുള്ള കച്ചവടക്കാരെയും നമ്മളെ നാട്ടുകാരെയും അതേ നമുക്ക് കിട്ടുമെന്നുള്ളതിൽ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോവുക. ഇനിയും തന്നെ നമ്മളെ കുട്ടികളെല്ലാം ഒരുപാട് കളിപ്പാട്ടങ്ങളും മറ്റുള്ളതെല്ലാം വാങ്ങുന്നുണ്ട് ഓൺലൈനിൽ. ഇപ്പോൾ എൻ്റെ കുടുംബത്തിലെയും വീട്ടിലെല്ലാവരും അത് എല്ലാം ബഹിഷ്കരിച്ചിട്ടാണ് ഉള്ളത്. നമ്മൾ എല്ലാവരും എന്നിട്ട് വയനാട്ടിലേക്കുള്ള എന്താ വേണ്ടുന്നത് എല്ലാം ചെയ്തു കൊടുക്കുക, അവരെ സഹായിക്കുക. അത്ര അപകടം തൊട്ട് നമ്മളെല്ലാം സർവശക്തൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്